തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിനായി എം രാജഗോപാലൻ എംഎൽഎയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിശ്രമമുറി തുറന്നു. 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വിശ്രമമുറി എം രാജഗോപാലൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. അത്യാഹിതങ്ങളിലും അല്ലാതെയും മുഴുവൻ സമയ സേവകരായ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് വിശ്രമിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ 15 ലക്ഷം രൂപ ചെലവിൽ എംഎൽഎയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിശ്രമമുറിയാണ് എം രാജഗോപാലൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തത്. വല്ലാത്തൊരു വിഷമാവസ്ഥയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമ്മുടെ മുൻ ഫയർ ഓഫീസർ കൂടിയായിട്ടുള്ള ശ്രീനാഥ് ഇവിടുത്തെ ഒരു അപര്യാപ്തതയെക്കുറിച്ച്, കെട്ടിടത്തിൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ സ്വതന്ത്രമായി നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം ഫണ്ടിന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ ടോക്കൺ എമൗണ്ടിലേക്ക് തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. നല്ലൊരു പ്രൊജക്ട്. പക്ഷെ എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പത്തിൽ ആ ഫണ്ട് അനുവദിച്ച് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പാവ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ റീജിയണൽ ഫയർ ഓഫീസർ പി രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി രാധ, കാസർഗോഡ് ജില്ലാ ഫയർ ഓഫീസർ മൂസ വടക്കേതിൽ, ഫയർ ഓഫീസേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സെക്രട്ടറി പി വി പവിത്രൻ, ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം കെ ശ്രുതി, തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഫയർ ഓഫീസർ കെ വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. വിശ്രമമുറി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ച കരാറുകാരനെ ആദരിച്ചു. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് കഥാസമാഹാരം രചിച്ച തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഫയർ ഓഫീസർ കെ വി പ്രഭാകരന് ചടങ്ങിൽ റിക്രിയേഷൻ ക്ലബിന്റെ ഉപഹാരവും എംഎൽഎ നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.